ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ കഴിഞ്ഞ വട്ടം മാർച്ചിൽ നാട്ടിൽ പോയപ്പോഴത്തേക്കും ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയായിരുന്നു ബാലിയിലേക്ക്. അതിൻ്റെ വീഡിയോ ആണ്. ബാലിയിൽ ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുത്തെ എയർപോർട്ടെത്തി. ഇതാണ് ബാലി എയർപോർട്ട്. എയർപോർട്ടൊക്കെ അത്യാവശ്യം കാണാൻ കൊള്ളാം കേട്ടോ. പിന്നെ അവിടെ നേരെ ബാഗും കളക്ട് ചെയ്ത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു QR കോഡ് വരും. ബാലിയിൽ ഓൺ അറൈവൽ വിസ ആണല്ലോ, അപ്പം അത് നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മളെ കാത്ത് അവിടെ ആൾ നിൽപ്പുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നെയിം ബോർഡും പിടിച്ചുള്ള ആളെ നമ്മളെ കണ്ടെത്തി. അങ്ങനെ പുള്ളിക്കാരൻ ഞങ്ങളെയും കൂട്ടി കാറിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ പുള്ളി വെൽക്കം എന്ന രീതിയിൽ നമുക്ക് ചെറിയ മാല കിട്ടുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് നമ്മുടെ ഡ്രൈവറും ഗൈഡും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ പോകുന്ന ഹോട്ടലിലേക്കാണ്. അങ്ങനെ പോകുന്ന വഴി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ബാലിയിൽ ഒരുപാട് സ്റ്റാച്ചു ഉണ്ട്. എല്ലാം മഹാഭാരതത്തിന് ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇത് ബാലിയിലെ പ്രശസ്തമായിട്ടുള്ളൊരു സ്റ്റാച്ചുവാണ്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഇതുള്ളത്. ഈ കാണുന്നത് അവിടുത്തെ ആർമി ക്യാമ്പാണ്. പിന്നെ ഇവിടുത്തെ റോഡുകളിൽ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം ചെറിയ റോഡുകളാണ്. നമ്മുടെ നാട്ടിലെ പോലെ 4 വരി പാത അങ്ങനെയൊന്നും കാണാനില്ല. 4 വരി പാത ഇല്ലെന്നല്ല, പക്ഷേ ഇവിടുത്തെ മെയിൻ റോഡ് പോലും ചെറിയ റോഡുകളാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം റൂമെത്താറായി. റൂമെത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചിട്ട് റൂമിലോട്ട് പോകാൻ കരുതി. ഓരോത്തിന് പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവർക്ക് നല്ല വിശപ്പായിരിക്കും. ഈ ഹോട്ടലിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെയാണ് റൂം. പിന്നെ ഈ ഹോട്ടൽ ഒരു മലയാളിയുടെ ആണ്. പിന്നെ ഇവിടെ ബിയറും ലിക്കറും ഒക്കെ അവൈലബിൾ ആണ്. മലയാളി ഹോട്ടലായതുകൊണ്ട് തന്നെ ബിരിയാണിയും വെള്ളച്ചോറും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവിടേക്ക് ഇത് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോയി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഹോട്ടൽ സ്വിസ് ബെൽ എക്സ്പ്രസ്, അതാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മൾ താമസിക്കുന്ന സ്ഥലം കുത്ത ലഗിയാൻ. പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പ് ആക്കുന്ന സമയം മാത്രമേ നമുക്ക് നേരെ പോകേണ്ടത് ഇനി പാണ്ഡവ ബീച്ചിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, റോഡ് സൈഡ് ഇവിടെ മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റാച്ചു ഉണ്ട്. എല്ലാത്തിനും ഈ സെയിം കളർ പാറ്റേൺ ആയിരിക്കും. അങ്ങനെ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ പാണ്ഡവ ബീച്ച്. ഈ ബീച്ചിൻ്റെ എൻട്രിയുടെ അവിടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു, പഞ്ചപാണ്ഡവന്മാരുടെ. അവിടെ ചെന്നിറങ്ങിയപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ച ഇതായിരുന്നു. നമ്മൾ വർക്കലയിലെ കാണത്തില്ലേ പാരാഗ്ലൈഡിങ്. പിന്നെ ഒരു മലയുടെ മുകളിലായിട്ട് പണ്ടായി പാണ്ഡവ എന്നുള്ള വലിയൊരു ബോർഡും ഉണ്ടായിരുന്നു. ബീച്ചൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ കടലിൽ തിരയില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് ഇറങ്ങിച്ചില്ല. ആഴം വളരെ കുറവായിരിക്കും. അങ്ങനെ കടൽ വെള്ളത്തിലേക്ക് കളിച്ച് കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നേരെ പോയത് ഉൽവാത്തു ടെമ്പിളിലേക്കാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സൺസെറ്റ് മിസ്സായി. അവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ലായിരുന്നു. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് സൺസെറ്റും കെച്ചക് ഡാൻസുമാണ്. നിങ്ങളിനി ബാലിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ കെച്ചക് ഡാൻസ് കാണണം. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. രാമായണത്തിലെ ചെറിയൊരു ഭാഗമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിൽ രാമനും സീതയും ഹനുമാനും എല്ലാം വരുന്നുണ്ട്. ഇതിലേറ്റവും അടിപൊളിയായിട്ട് ചെയ്തത് ഹനുമാനാണ്. ഹനുമാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഓഡിയൻസിനെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്തു. ആൾക്കാർക്കും ഹനുമാൻ കാണിക്കുന്നത് ഭയങ്കര കൗതുകമായിരുന്നു. പിന്നെ ഇതിൽ സംഭാഷണമോ കാര്യങ്ങളൊന്നുമില്ല. ആ തറയിരിക്കുന്നില്ലേ, അവർ വായ കൊണ്ടുണ്ടാക്കുന്ന ചെറിയ മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 45 മിനിറ്റ് ഉണ്ടായിരുന്നു ഈ പെർഫോമൻസ്. പിന്നെ ഇവിടെ നേരെ ഞങ്ങൾ പോയ റൂമിലേക്കാണ്.